അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂമിലാണ്. ഞാൻ കൈക്ക് വയ്യ, എന്നാലും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് ഇച്ചിരി വേദന ഉണ്ടെന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഒരുപാട് പേര് എൻ്റെ അസുഖം അറിഞ്ഞ് ഒരുപാട് പേര് ആശ്വസിപ്പിക്കുന്നുണ്ട്, അതുപോലെ സഹായിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാതെ തന്നെ. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന്, ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെ സ്നേഹിക്കുന്നവർ അവർ, എനിക്ക് ഒന്ന് കരിഷ്മനെ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കുക. എൻ്റെ കരിഷ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ മാനേജറാണ്. അവളെ കോൺടാക്ട് ചെയ്താൽ മതി, അവൾ എന്നെ അറിയിച്ചോളും. നിങ്ങൾ ഒന്നെങ്കിൽ നേരിട്ട് എൻ്റെ നമ്പറുള്ളവർ നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കരിഷ്മ വഴി കോൺടാക്ട് ചെയ്യുക, എന്നെ അവൾ അറിയിച്ചോളും കേട്ടോ. അല്ല, ഞാൻ ഒരിക്കലും ഒരു പിരിവിൻ്റെ കാര്യമോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും എന്നെപ്പറ്റി പിരിക്കുന്ന കണ്ടാൽ നിങ്ങൾ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അത് എൻ്റെ ഉത്തരവാദിത്തവും അല്ല. ഞാൻ ഒരിക്കലും ഒരു പിരിവ് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ എന്നെ വന്ന് കാണുകയും എനിക്ക് അത്രയും സന്തോഷം. അല്ലാത്ത ആൾക്കാർ, എന്നെ അറിയാത്തവർ, കരിഷ്മ എൻ്റെ മാനേജർ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രേണു സുധീൻ്റെ അസുഖത്തെക്കുറിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ രേണു സുധി ഇപ്പം എന്താണ് ക്യാൻസർ ആണെന്ന് പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരി യൂട്യൂബിൽ സജീവമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം രേണുവിൻ്റെ കാര്യങ്ങളെല്ലാം രേണുവിൻ്റെ വീഡിയോയിൽ തന്നെ രേണുവിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. അപ്പോൾ രേണുവിൻ്റെ പേരും പ്രൊഫൈൽ പിക്ചറും അതുപോലെ എല്ലാം വെച്ച് രേണുവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മറ്റുള്ള ആളുകൾ പിരിവ് എടുക്കുന്നു എന്നാണ് പറയുന്നത്. രേണുവിന് ക്യാൻസറാണ്, സഹായം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേറെ പല ആളുകളും പിരിവെടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രേണുവിന് അതിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. പുള്ളിക്കാരി അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ സഹായിക്കാനും ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഇപ്പോൾ പൈസയുടെ അത്യാവശ്യമൊന്നും വന്നിട്ടില്ല. പുള്ളിക്കാരി പൈസയുടെ ആവശ്യം വരുവാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ തന്നെ പുള്ളിക്കാരി പറയുന്നതാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരിക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു ഇത് വന്നിട്ടില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ ഉള്ളൂ. ഇപ്പോൾ കീമോയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ തൽക്കാലം പുള്ളിക്കാരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരി അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം യൂട്യൂബിലാണെങ്കിലും എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി സഹായിക്കാൻ ഒരുപാടുണ്ട്. അത് മുതലാക്കി അതിൻ്റെ വ്യാജേന ആളുകൾ എന്തെല്ലാമാണല്ലോ ചെയ്യുന്നത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. പക്ഷെ അതൊന്നും പറയുന്നില്ല. കാരണം ഒരാളുടെ പേര് പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞില്ലെന്ന് പറയാം. അതുകൊണ്ടാണ് ഒരുപാട് പേര് വന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്നെ ഇത്രത്തോളം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ, കരുതുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പം. എൻ്റെ ജീവിതത്തിലെ പ്രയാസഘട്ടത്തിലാണ് ഞാൻ കടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരുപാട് പേരെന്നെ ചേർത്ത് നിർത്താൻ ആളുകളുണ്ട്, രോഗികളായാലും കൂടെ നിൽക്കുന്നവരായാലും ഒക്കെ. അപ്പം എൻ്റെ എങ്ങനെ പറയണോന്ന് അറിയത്തില്ല. നന്ദി. ഒരുപാട് പേര് വിളിച്ച് എന്നെ ചോദിക്കുന്നുണ്ട്, സഹായിക്കുന്നു, മീൻസ് സ്നേഹിതരായിട്ടും ഒക്കെ. അവരുള്ള പോലെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും വെച്ച് തന്നിട്ട് മരുന്ന് മേടിക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. പക്ഷേ ഞാൻ എങ്ങും പിരിവ് നടത്താൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പേരിൽ ആരെങ്കിലും അങ്ങനെ പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സമ്മതത്തോടു കൂടിയോ അറിവോടു കൂടിയോ അല്ല എന്ന് പറയാനാണ് ഞാൻ അർജൻറ്റായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ധൈര്യം നൽകാൻ നിങ്ങൾ മറ്റൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. പിക്ക് ലൈനിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മൂടിയിട്ടേക്കുവാണ്, ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ നമ്മൾ പറയുന്ന പോലെ മെഡിക്കൽ കോളേജ് ചിലവില്ലെന്നൊന്നും പറയില്ല, നല്ല ചിലവുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റിന് നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗികളായിട്ടുള്ള ആരെങ്കിലും എവിടെയെങ്കിലും ഇവിടെ ഇരുന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടുകാർക്കും അവരുടെ വീട്ടുകാർക്കും അവർക്കൊക്കെ അറിയാം, നല്ല ചിലവുണ്ട്. വെറുതെ ഒന്നും മെഡിസിൻസ് കാര്യങ്ങളും അതുപോലെ ട്യൂബും കാര്യങ്ങളൊക്കെ ഒരുപാട് ചിലവുണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്ക് പൈസ വേണം. അപ്പോൾ നിങ്ങൾ കൂടുതലും എൻ്റെ സബ്സ്ക്രിപ്ഷനും അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ പഴയ പോലെ തന്നെ മിടുക്കി കുട്ടിയായിട്ട് ഓടി നടക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. നിങ്ങളെന്നെ എന്താ പറയുക, കഴിഞ്ഞ ദിവസം നിങ്ങളെന്നെ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്, അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷമമാകും. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അതുപോലെ തന്നെ രേണുവിൻ്റെ പറയാതിരിക്കാൻ വയ്യാട്ടാ. 2 ദിവസം മുമ്പൊരു പോസ്റ്റ് കണ്ടു, ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ സൈഡിൽ കാണിക്കാൻ രേണു പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയൊക്കെ എന്തിനാണല്ലേ മരിക്കാത്ത ഒരു വ്യക്തിയെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓവർ തന്നെയാണ്. അതിനൊക്കെ എങ്ങനെ മനസ്സ് കേൾക്കുന്നു? ശരി, രേണു അങ്ങനെയൊക്കെ നടന്നതാണ്, പുള്ളിക്കാരി എങ്ങനെയും ആയിക്കോട്ടെ. എങ്കിലും നമ്മളൊക്കെ റിയാക്ഷൻ ചെയ്ത ആളുകൾ തന്നെയാണ്. എങ്കിലും നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വേദനയുണ്ട്. ഇത് മരിക്കാത്തൊരു വ്യക്തിയെ മരിച്ചു എന്ന് പറയാനുള്ളൊരു മനക്കട്ടിയൊക്കെ ഞാൻ
ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഇത് തോന്നുകയാണ്. നമുക്ക് എത്ര ശത്രുത ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അങ്ങനെയൊന്നും പറയരുത്. ഒന്നാമത്തെ ആ പുള്ളിക്കാരി ആ ക്യാൻസർ എന്ന രോഗത്തെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ആ പുള്ളിക്കാരി തകർക്കാതിരിക്കുക. എന്താണെങ്കിലും പുള്ളിക്കാരി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതൊക്കെ ഇപ്പം മറക്കുക. എന്താണ് പൊറുക്കാനും മറക്കാനും പറ്റാത്ത മനുഷ്യരല്ലല്ലോ ആരും. അപ്പോൾ ഈ ഒരു അസുഖത്തെ തൊട്ട് എല്ലാവരും മൗനം പാലിക്കുക. പുള്ളിക്കാരി സുഖം പ്രാപിച്ചിട്ട് വരട്ടെ. എല്ലാം നല്ലതായിട്ട് നല്ലപടിയായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ട് തിരികെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി വരട്ടെ. അല്ലാതെ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇട്ടിട്ട് ആ പുള്ളിക്കാരി തകർക്കാതിരിക്കാം. പിന്നെ പുള്ളിക്കാരിയുടെ ഒരു കാര്യം എനിക്ക് നെഗറ്റീവായി തോന്നി. അതുപോലെ തന്നെ നടി പ്രിയങ്കയും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. ഈടായിട്ട് വന്ന വാർത്ത പറഞ്ഞാൽ രേണുസുതി ക്യാൻസർ ആയ രീതിയിൽ വന്നിട്ട് രേണു ചേച്ചി തന്നെ പറഞ്ഞു അത് സോഷ്യൽ മീഡിയയിൽ. ഇപ്പം എന്താ വിളിച്ചിരുന്നോ, എന്ത് സംസാരിച്ചിരുന്നോ? ഞാൻ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഞാൻ മെസ്സേജ് ഒന്നും ചെയ്യാറില്ല. നമുക്ക് ഷോക്കഡായിരുന്നു, നമുക്കറിയില്ല. പക്ഷേ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്കിപ്പം യോജിപ്പില്ല. കണ്ടറിയോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതൊന്നും ആവശ്യമില്ല. നമ്മുടെ കേരള ജനത ഒരു ക്യാൻസർ കാര്യങ്ങൾ വന്ന ഒരു സ്ത്രീ ഇതുപോലെ കുറേ പോസിറ്റീവ് കിട്ടുന്നുണ്ട്, ജോലി ചെയ്ത് ജീവിക്കുന്നു, ഇതൊക്കെ ഉണ്ട്. അതിന് സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കേരളത്തിൽ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഹായിക്കും. എത്ര രൂപ വേണം ഒന്ന് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരൊക്കെ കൊടുത്തില്ലേ. ഈ ഒരു കാര്യത്തോട് ഞാനും യോജിക്കുന്നു കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു രോഗത്തിന് വേണ്ടിയാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് പുള്ളിക്കാരി വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രോഗത്തിന് വേണ്ടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങേണ്ട കാര്യമില്ല. എന്താ ചോദിച്ചാൽ ഈ ഒരു അസുഖമെന്ന് പറഞ്ഞ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പോലും സഹായിക്കുന്ന ആളുകളാണ് മലയാളികൾ മൊത്തം, അല്ലേ? റഹീം ഒരു സാധാരണക്കാരനായിരുന്നു. എത്ര കോടികൾ മുടക്കിയിട്ടാണ് ആ റഹീമിനെ ഗൾഫ് രാജ്യത്തു നിന്നും നാട്ടിലോട്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ രേണു എന്ന് പറയുന്നൊരു വ്യക്തി സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഇത് തുടങ്ങേണ്ട സബ്സ്ക്രിപ്ഷൻ തുടങ്ങേണ്ട കാര്യം. ഇത് ഞാൻ നെഗറ്റീവായിട്ട് പറയില്ല കേട്ടോ. ഈ ഒരു കാര്യം എനിക്കും തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഒരു അസുഖത്തിന് വേണ്ടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ശരിയായില്ല. നേരായ മാർഗ്ഗത്തിലൂടെ എനിക്കിങ്ങനെ ഒരു അസുഖമാണെന്നുള്ളത് നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ടാവും. പലതരത്തിലും സഹായങ്ങൾ വന്നിട്ടുണ്ടാവും. ഒന്നാമത് സുധിയുടെ ഭാര്യ എന്നുള്ള രീതിക്ക് രേണുസുധിയെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ സിനിമയിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും പല നാടുകളിൽ നിന്നാണെങ്കിലും രേണുവിന് ഒരുപാട് സഹായങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്നതിനോട് എനിക്കും ഒരു വിയോജിപ്പുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾ തെറ്റായിട്ട് എടുക്കേണ്ട, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ ഒരു ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എന്തായാലും രേണു എത്രയും പെട്ടെന്ന് അസുഖമെല്ലാം മാറി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഞാനും രേണുവിനെ വെച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പുള്ളിക്കാരിയെ പേഴ്സണലി എനിക്ക് യാതൊരു ഇതുമില്ല. പുള്ളിക്കാരി ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഒതുങ്ങിയിരിക്കണമെന്നൊന്നല്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിരുന്നു. നമ്മൾ പറയുന്ന ചെയ്യുന്ന പ്രവർത്തികളും അതുപോലെ പറയുന്ന വാക്കുകളൊക്കെ കുറച്ച് സൂക്ഷിച്ചതാണെങ്കിൽ രേണുവിന് ഇത്രയും നെഗറ്റീവ് വന്നിട്ടുണ്ടാവില്ല. കുറേ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ നിൽക്കുന്ന ആളായിട്ട് പോലും ഇങ്ങനൊരു അസുഖം എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവിനെക്കാളും പുള്ളിക്കാരിക്ക് ഇപ്പോൾ പോസിറ്റീവായിട്ട്, നെഗറ്റീവ് പറഞ്ഞവരെല്ലാം പോസിറ്റീവായിട്ട് പറയുന്നൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രേണു ഈ ഒരു രീതിക്ക് തന്നെ മുന്നോട്ട് പോവുക. ആളുകൾ പല തരത്തിലും കമൻ്റ് ഇടുന്നു, നീ ചെയ്തതിനുള്ള ഇതാണ് കിട്ടിയത്, അങ്ങനെയൊന്നും നമ്മൾ പറയണ്ട. പുള്ളിക്കാരി ഈ ഒരു അസുഖം എന്താണെങ്കിലും ക്ഷമിച്ച് മുന്നോട്ട് വരാനൊരു ഇതാവട്ടെ എന്ന് നമുക്ക്. പോലെ തന്നെ പുള്ളിക്കാരി ഈ ഒരു അസുഖം എന്ന് പറഞ്ഞിട്ട് അച്ഛനെയൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അച്ഛനെയൊക്കെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞതാണ്. അതുപോലെ ഫിറോസ് എന്ന് പറഞ്ഞൊരു വീട് വെച്ച് കൊടുത്ത ആളിനെയൊക്കെ ഒരുപാട് പറഞ്ഞു. അത് ആ ഒരു കാര്യത്തിനാണ് നമ്മളും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ പുള്ളിക്കാരി നമുക്ക് യാതൊരു തരത്തിലും ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി രേണു തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.